എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ആയുഷ്മാൻ ഭാരതി പദ്ധതി പ്രകാരം നമുക്ക് കേരളത്തിലെ ഏതെല്ലാം ആശുപത്രിയിൽ നമുക്ക് ചികിത്സ ലഭിക്കും എന്നതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നേരത്തെ നമ്മൾ ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, PMJAY, ആയുഷ്മാൻ ഭാരത് എന്നിങ്ങനെയാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആരോഗ്യക്ഷേമ മന്ത്രാലയമാണ് ഈ പദ്ധതിക്ക് പ്രധാനമായും മേൽനോട്ടം വഹിക്കുന്നത്. ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം ലഭ്യമാകുന്നതിലൂടെ സമൂഹത്തിലെ ദുർബലരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. PMJAYയുടെ ആശുപത്രികളുടെ പട്ടികയിൽ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതുമായ ആശുപത്രികൾ നിലവിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലൂടെ നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഇതിൻ്റെ ചികിത്സാ സഹായം ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു വിഭാഗം പേർക്ക് നിലവിൽ ഈ ഒരു പദ്ധതി വലിയൊരു താങ്ങും ആശ്രയവുമാണ്. നിലവിൽ നമുക്ക് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ പ്രതിവർഷം നമുക്ക് 5 ലക്ഷം രൂപ വരെയാണ് ഇതിൽ ചികിത്സാ കവറേജ് ആയിട്ട് ലഭിക്കുന്നത്. ആശുപത്രി പ്രവേശനത്തിന് മുമ്പുള്ള ചിലവുകളുടെ കവറേജ് നമുക്ക് നോക്കുമ്പോൾ 3 ദിവസം മുമ്പ് വരെ ഉള്ളത് നമുക്കിതിലൂടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ആശുപത്രിക്ക് ശേഷം മാസത്തിന് ശേഷമുള്ള കവറേജ് നോക്കുമ്പോൾ 15 ദിവസം വരെ നമുക്കിതിലൂടെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇതിൻ്റെ ചികിത്സാ സഹായം ലഭിക്കുന്ന ആശുപത്രിയുടെ ലിസ്റ്റ് നമുക്ക് എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് PMJAYയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനുശേഷം നമ്മൾ അവിടെ ഹോം പേജിൽ മെനു ബാറിൽ ആശുപത്രി എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ടായിരിക്കും. ആ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ സംസ്ഥാനം ഏതാണെന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് നൽകുക. കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒരു ലിസ്റ്റ് നമുക്ക് ഈ പട്ടികയോടൊപ്പം കാണാവുന്നതാണ്. എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികൾ ഇതിൽ നമുക്ക് തിരയാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് നിലവിൽ നമ്മൾ ഏത് ആശുപത്രിയിലാണ് നമുക്ക് ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ആശുപത്രികളെ പൊതു, സ്വകാര്യ എന്നിങ്ങനെ പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് അനുയോജ്യമായ വിഭാഗം തിരഞ്ഞെടുത്ത് നൽകാവുന്നതാണ്. ശേഷം നമ്മൾ ജില്ല അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അങ്ങനെ ഏതെങ്കിലും മറ്റ് ഹോസ്പിറ്റലുകളാണ് നമുക്ക് തിരയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മുൻഗണനാക്രമമായിട്ട് നമുക്ക് ഇവിടെ നൽകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആശുപത്രിയുടെ ലിസ്റ്റ് നമുക്ക് ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അവിടെ നമുക്ക് അനുയോജ്യമായ ആശുപത്രി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അവിടുത്തെ അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ നമുക്ക് അവരുടെ നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ നമുക്ക് 579ഓളം ആശുപത്രികളാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ ചികിത്സാ പരിധിയിൽ വരുന്നത്. ഇതിൽ നമുക്ക് പല സർക്കാർ ആശുപത്രികളും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ ആശുപത്രികളും നമുക്ക് ഉൾപ്പെടുന്നതാണ്. ഈ ആശുപത്രികളുടെ വകഭേദം അനുസരിച്ച് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ പദ്ധതി പ്രകാരം ഉള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്കും ഈ വിവരങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി തുടർന്നും കാണും വരെ ഗുഡ് ബൈ.